വെൽക്കം ടു കിച്ചൺ ആൻഡ് ട്രൈ. ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കോളിഫ്ലവറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ആദ്യം നമുക്കിത് ഇതൊക്കെ മുറിച്ചെടുത്ത് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അതിനു മുമ്പ് ഞാൻ ഇതാണ് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് റൈസാണ് എടുക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ധാരാളം റൈസ്. അതൊന്ന് നമുക്കൊന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് കഴുകി ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വല്ലാണ്ട് ചെറുതാക്കും വേണ്ട, വല്ലാണ്ട് വലുതും വേണ്ട. നമുക്ക് അങ്ങനെ ഒരു രൂപത്തിൽ റൈസിലിടാൻ പറ്റുന്ന പാകത്തിന് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതൊക്കെ മുറിച്ച് നല്ല വലുതാവുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്നെല്ലാം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കോളിഫ്ലവർ ഒന്ന് തിളച്ച വെള്ളത്തിൽ, ആ വെള്ളം നല്ലോണം തിളയ്ക്കേണ്ടതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച ഇങ്ങനെ കഷ്ണങ്ങളാക്കിയതാണ്. ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ നുറുക്കിയെടുത്തത്. ഇതൊന്ന് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ആണ് ഇടേണ്ടത്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ഇട്ടു. ഇനി നമ്മൾ ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം അവിടെ ഓഫാക്കിയിടാം. എന്നിട്ട് നമ്മളത് വെള്ളത്തിൽ നിന്ന് നമുക്കത് ഊറ്റിയെടുക്കാം. നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനതിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, ഒരു സ്റ്റാറിൻ്റെ ഇതിട്ടിട്ടുണ്ട്, ഒരു ഏലക്കായ ഇട്ടിട്ടുണ്ട്, ഒരു കഷ്ണം പട്ട നുറുക്കിയതിടുന്നുണ്ട്, 2 കരയാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ജാതിപത്രി ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് മൂടി വെച്ച് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള സവാള, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നല്ല ഒരു 3-4 ചെറിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ സവാള തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. അതൊന്ന് വേവട്ടെ. മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ തിളപ്പിച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ്, 1 ടീസ്പൂണ് സാധാരണ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റാണ്, കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലിടുന്നത് ഞാൻ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഇത്. നമ്മളതിലേക്ക് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളിത് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസിനാണ് ഇപ്പോൾ നമ്മളിത് കഴിക്കണമെങ്കിൽ ആ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അതിന് പകരം നമ്മൾ ഗരം മസാല, പെരുംജീരകം അങ്ങനെയുള്ളത് ഒക്കെ കറി മസാലകൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനത് എല്ലാത്തിനും പകരമാണ് ഞാൻ ഈ ചിക്കൻ സ്റ്റോക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മളതിലേക്ക് 1 സ്പൂണ്
കോൺഫ്ലവർ കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുറച്ച് ഒരു സ്പൂണ് അരിപ്പൊടി ചേർത്താലും മതി. എന്നിട്ട് അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് അരിയായിട്ടുണ്ട്, നോക്കാം. അരിയായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇതിലേക്ക് ഊറ്റിയിടാം. എനിക്ക് ഊറ്റി വെച്ചു. നമുക്ക് കോളിഫ്ലവറൊക്കെ ഒന്ന് വറുത്തെടുക്കണ്ടേ. അപ്പോൾ ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഞാൻ ഓയിലാണ് എടുത്തേക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഓരോന്നിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറേശ്ശിട്ട് വറുത്തെടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിടാം. നമ്മളിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് മറിച്ചിടാൻ. ഇങ്ങനെ മറിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നന്നായി ഒന്ന് വറുത്തിട്ട് തന്നെ എടുക്കണം. നമുക്ക് ഒരു മസാല ഉണ്ടാക്കാം. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു 2 കരയാമ്പൂ, 2 സ്റ്റാറിൻ്റെ ഇതില്ലേ ലീഫ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു കഷ്ണം ബേ ലീഫ്, കുറച്ച് പെരിഞ്ജീരകം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2-3 സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കോളിഫ്ലവർ വറുത്തതിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. നമ്മൾ മാജിക് ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഇടുന്ന സമയത്ത് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഉപ്പ് രസം നല്ലോണം ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് നോക്കിയിട്ട് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വാട്ടി എടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് വാട്ടിയെടുക്കാം. നമ്മൾ നല്ലോണം അതൊന്ന് വഴറ്റിയെടുത്തു. ഞാൻ അതിലേക്ക് കുറച്ച് നമ്മൾ കോളിഫ്ലവർ വറുത്ത ഓയിൽ കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂണ് സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മളതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം അതൊന്ന് വീണ്ടും വാട്ടി എടുക്കാം. നല്ലോണം ഒന്ന് അത് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു 3 ചെറിയ തക്കാളി ഇട്ടിട്ട് 3 ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. എന്താ വെച്ചാൽ ചെറിയ തക്കാളി ആയതുകൊണ്ട്. വലുതൊക്കെ ആണെങ്കിൽ 2 മതി. നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് സ്ലൈസായിട്ട് അരിയുക. അപ്പോൾ വേഗം നമുക്ക് വാടി കിട്ടും. അതും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ആ തക്കാളി ഒന്ന് വാടുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം വാടി വന്നിട്ടുണ്ട് മസാലയൊക്കെ. നമ്മളതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിലേക്ക് നമ്മളത് വറുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം മസാല ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി മല്ലിയില നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം അത് മിക്സ് ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം.
ഇനി അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ വറുത്ത് വെച്ചത് മാറ്റി വെച്ചത് അതും കൂടി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ റൈസൊക്കെ മിക്സ് ചെയ്തെടുത്തു. നല്ല ചൂടോടുകൂടി നമുക്കിത് കഴിക്കാം. കോളിഫ്ലവർ റൈസ്, കോളിഫ്ലവർ പുലാവ് 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. ഇതെല്ലാം മാറ്റട്ടെ. അങ്ങനെ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതാണത്. റൈസൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തലേ ദിവസം രാത്രി റൈസൊക്കെ വേവിച്ച് വെക്കുക, കോളിഫ്ലവറൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു മടിയുള്ള ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ ചോറും ഉപ്പേരിയും അതൊന്നും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് വേഗം ഇതേപോലെ ഒരു റൈസ് ഉണ്ടാക്കിയെടുത്താൽ, പലതരം റൈസുകൾ നമ്മൾ ഉണ്ടാക്കണില്ലേ, ഇതേപോലെ ഒരു റൈസ് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. കൂടെ നമ്മൾ കുക്കുംബർ സാലഡോ സാധാരണ തൈര് സാലഡോ ഒക്കെ പിക്കിളൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.